എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞിട്ടാട്ടെ. നമ്മളുടെ ഈ ഒരു ഫിഷ് നിർവ്വാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ റിയാദിലുള്ള സമയത്തെ മീനല്ലേ ഉള്ളൂ, വാഴലില്ലല്ലോ. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴേ വാഴലെ മീനൊക്കെ അങ്ങോട്ട് ഒത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോടെ ചേർത്തിട്ടാട്ടെ അത് ഈ ഒരു പേസ്റ്റ് പോലെ ആക്കുന്നത്. ഇനി ഞാൻ 2 കരിമീനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു മീനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഓവർ ഫ്രൈ ഒന്നും ആക്കണ്ട, ജസ്റ്റ് അങ്ങോട്ട് വെന്തോന്ന് വെച്ചാൽ വെന്താ ആ ഒരു പാകത്തിന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിട്ടാ. ഇനി വാട്ടിയ വാഴലെടുത്തിട്ട് മൺചട്ടിയുടെ ഉള്ളോട്ടായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കണം എന്നാണ്, എല്ലാവർക്കും അത് കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം തക്കാളി ചേർക്കണം കേട്ടാ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കനം കുറച്ച് നീളത്തിലത് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുക. ഞാനുണ്ടല്ലോ ഇന്നാൾ മാങ്ങാ ചമ്മന്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ അമ്മിയിൽ അരക്കണം എന്നാണ് കമൻറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് വിറകടുപ്പിൽ തന്നെ ആട്ടെ ഈ നിർവ്വാണം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ, തലപ്പാൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാകം. ഒരുപാട് ലൂസായിട്ടുള്ള പാലൊക്കെ ആകുമ്പോൾ അത് വറ്റി വരാൻ ഒന്നാമത് ഒരുപാട് നേരം എടുക്കും. പിന്നെ അതുപോലെ ഈ പാല് മുഴുവൻ വറ്റി വരുമ്പോഴേക്കും നമ്മളുടെ മീനൊക്കെ ആകെ വെന്തുടഞ്ഞ് നാശാവുകയും ചെയ്യും. നല്ല ദശക്കട്ടിയുള്ള ഏത് മീനിൽ വേണമെങ്കിലേ നമുക്ക് ഈ നിർവ്വാണം ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. എനിക്ക് തോന്നുന്നുണ്ടേ ഈ ഫിഷ് നിർവ്വാണൻ്റെ സീസൺ ആ ഒരു ട്രെൻഡൊക്കെ കഴിഞ്ഞ് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും നമുക്ക് ഇപ്പോഴാണ്